ഹലോ ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. അതിനായി ക്യാബേജ് നല്ല പൊടിയായി കുത്തിയരിഞ്ഞെടുക്കുക. അതിലേക്ക് അല്പം ഉപ്പ് തിരുമ്മി മാറ്റി വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ ക്യാബേജിലുള്ള വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് ക്യാബേജ് തോരൻ പെട്ടെന്ന് കേടായി പോകുന്നത്. അതൊഴിവാക്കാനായിട്ട് ഈ ടിപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് സദ്യയ്ക്ക് ക്യാബേജ് തോരൻ വയ്ക്കുന്നത്. നമ്മൾ ഈ ക്യാബേജ് ഇങ്ങനെ ഇളക്കി തിരുമ്മി വെച്ചിട്ട് അല്പനേരം ഈ പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെച്ചിരുന്നാൽ അതിലെ വെള്ളം ഇങ്ങനെ ഊറി വരുന്നത് നമുക്ക് കാണാം. ആ വെള്ളം നമുക്ക് മാറ്റിക്കളയാം. ഇനി നമുക്ക് കറി റെഡിയാക്കാം. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ആ ഉഴുന്നുപരിപ്പ് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അല്പം കടുകും കൂടെ ചേർക്കുക. തീ കുറച്ച് വെച്ച് കടുക് പൂർണ്ണമായും പൊട്ടാൻ അനുവദിക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ മുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കാം. ഈ ഉഴുന്ന് പരിപ്പ് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ. കൂടെ നമുക്ക് നമ്മുടെ ഈ കറിയിലേക്ക് ആവശ്യമായ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വീണ്ടും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലായിരിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ കറിയുടെ രുചിയെ മാറിപ്പോകും കേട്ടോ. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും തേങ്ങ ചിരണ്ടിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അധികം വേവില്ലാത്ത ഒരു കറിയാണിത്, അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. സദ്യയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത് ഈ ഒരു തോരൻ കറിയാണ്. നന്നായി ഇളക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. കറി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്